അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ട വലിയ വലിയ കുറച്ച് പോട്ടുകളും ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സംഗതികളൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ കണ്ടതൊന്നും ഒരു മാർബിൾ ക്രിസ്റ്റൽ ടൈപ്പിലുള്ള പാത്രങ്ങളാണെന്ന്, പക്ഷെ അല്ല, ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഈ കാണുന്നതും പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഞാൻ എടുത്ത് കൊട്ടിയൊക്കെ നോക്കിയായിരുന്നു, അപ്പോഴാണത് പ്ലാസ്റ്റിക്കാണ് മനസ്സിലായത്. 450 രൂപയാണ് വരുന്നത്. നല്ലൊരു ഫിനിഷിങ് ടച്ചൊക്കെയാണ് കേട്ടോ. ഇത് കണ്ട ഒരു മാർബിൾ അല്ല, ഒരു സൈസ് എന്തോ ഒരു ടൈപ്പാണ്, എന്തോ പറയാൻ, നമ്മൾ ടെയിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ. ഇതൊക്കെ വന്ന് 3 രൂപ 4 രൂപ ആ റേഞ്ചിലൊക്കെ വന്ന കുറച്ച് പാത്രങ്ങളും ഈ പോട്ടിൻ്റെ അടിയിലൊക്കെ വെക്കാൻ പറ്റുന്നതൊക്കെയാണ്. ഇത് നൈസായിട്ടുള്ളൊരു പോട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസാണ് ഈ കാണിക്കുന്നത് ഓടി നടന്ന്. ഇതെല്ലാം വന്നിട്ടാണ് 250 സ്റ്റാർട്ട് ചെയ്യുന്ന, ഞാൻ പറയില്ലേ ആ ഒരു മാർബിൾ ടൈപ്പ്. നമ്മുടെ ഈ കൂജയൊക്കെ ഉണ്ടല്ലോ, മൺപാത്രങ്ങളാണ് കേട്ടോ. ഇത് ഇത്രയും ഇതൊക്കെ പല റേറ്റിലാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആ ഒരു കട്ടിങ്, അവരുടെ ഫിനിഷിംഗ് ഒക്കെ. ഈ ഡിസൈനൊക്കെ കാണുമ്പോൾ വെച്ചാൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് കേട്ടോ. പല പല മോഡൽസിലുണ്ട്. അത് ഇതൊക്കെ മറ്റേ കുഞ്ഞ് മീനെടുത്ത ഗ്ലോബൊക്കെ 50 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്, വലിയ വിലയൊന്നുമില്ല. ഇതിലെ കുപ്പിയുടെ ആ ഒരു ഐറ്റംസ് 2 സൈഡിലുണ്ട് കേട്ടോ. ചെറിയൊരു ഇടവഴി പോലെ ഇത് തുടങ്ങിയിട്ട് ആ കുഴപ്പത്തുമ്പം രണ്ടാമത്തെ സെക്ഷനിലാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് വരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ ഫുള്ളും വരുന്നത് പ്ലാസ്റ്റിക്കാണ് ഈ ചെടിച്ചട്ടിയിലോട്ട് പോകുമ്പോൾ. ഇത് 250, 300, 400 അങ്ങനെ പല റേറ്റ് ഉണ്ട്. ഇത് 200 കണ്ടോ. അതെല്ലാം ഇതൊരു ചെറിയ നേരത്തെ പറഞ്ഞ തുളസിത്തറ പോലത്തതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. 200 എന്ന് വെച്ചാൽ 150. ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഒരു ഗ്രീൻ എഫക്റ്റ് ആയിരുന്നു. ഇതും വന്നിട്ട് എത്രയായിരുന്നു, 200 സംതിങ് എന്തോ ആണ്. അതും കാണാൻ അത്യാവശ്യം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് സൈസ് താറാവ്, ഇങ്ങനെയുള്ള കുറേ സംഗതിയാണ് കേട്ടോ. ഇതൊക്കെ വന്നിട്ടൊരു തടിയുടെ എഫക്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ ഇത് മാത്രമേ ഉള്ളൂ. ഈ ബുദ്ധനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഗതിയാണ് കേട്ടോ. അത് കണ്ടോ, ഒരു ആർട്ട് ഗാലറി പോലെ തോന്നും. ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. പടം വരയ്ക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം പടം വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സെയിലാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല, അവിടെ വന്ന് തിരക്കണമായിരിക്കും. ഇതെല്ലാം പലരും വരച്ച ചിത്രങ്ങളാണ് കേട്ടോ. അവരുടെ പേരൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളത്. അതിൽ കുറേയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെയായിട്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ അങ്ങനെയൊക്കെ കണ്ട്. ഞാൻ അത്യാവശ്യം ചിലതൊക്കെ ഞാൻ എടുത്തു. അത് ഞാൻ റീലാക്കി ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറ്റുന്നവർ പോയി പർച്ചേസ് ചെയ്യുക. ഓക്കെ, ബൈ.